നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഈ മാസം പകുതിയോടെ തന്നെ ആരംഭിക്കാനാണ് LDFന്റെ തീരുമാനം. അപ്പോൾ പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കും എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ തവണത്തേതുപോലെ സ്ഥാനാർത്ഥികൾക്ക് 2 ടേം വ്യവസ്ഥ കർശനമാക്കില്ല എന്നാണ് സൂചന. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി വിലയിരുത്താൻ ഇടതുമുന്നണി യോഗം വെള്ളിയാഴ്ച ചേരുന്നുണ്ട്. നിയമസഭയിൽ 71 അംഗങ്ങൾ എന്ന മാജിക് നമ്പർ കടക്കുക. അതിനപ്പുറം LDF നേതാക്കൾക്ക് മുന്നിൽ മറ്റൊരു അജണ്ടയും ഈ ഏപ്രിൽ അവസാനം വരെയില്ല. തെരഞ്ഞെടുപ്പായില്ലെങ്കിലും ചർച്ചയാകുന്ന വിഷയങ്ങൾ ഓരോ ദിവസവും മാറി മാറി വരികയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന കേന്ദ്രവിരുദ്ധ സത്യാഗ്രഹത്തോടെ പ്രചരണ മേഖല കൂടുതൽ സജീവമാകും. സ്വർണ്ണപ്പാളി വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന ബോധ്യമുള്ളപ്പോഴും പരസ്യമായി അത് പറയാൻ CPM നേതൃത്വം തയ്യാറല്ല. ഗൃഹസന്ദർശന പരിപാടിയിലൂടെ വിവാദങ്ങളെ മറികടക്കാമെന്നാണ് CPMന്റെ വിശ്വാസം. CPMന്റെയും CPIയുടെ നേതൃയോഗങ്ങൾ ഈ ആഴ്ചയും അടുത്ത ആഴ്ചയുമായി നടക്കും. ഇടതുമുന്നണി രാഷ്ട്രീയം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാനുള്ള മേഖലാ ജാഥകൾ ആരംഭിക്കുന്നതിനൊപ്പം സ്ഥാനാർത്ഥി ചർച്ചകളും സജീവമാകും. സർക്കാരിന്റെ നയസമീപനങ്ങളിലും നേതാക്കന്മാരുടെ പെരുമാറ്റത്തിലും മാറ്റം വേണമെന്ന അഭിപ്രായം ഇടതുമുന്നണിയിലെ പല ഘടകകക്ഷികൾക്കുമുണ്ട്. ഇതെല്ലാം പരിഹരിച്ച് സെക്രട്ടേറിയറ്റിലെ കന്റോൺമെന്റ് ഗേറ്റ് കടന്ന് 3-ാം തവണയും LDF മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുമെന്നാണ് ഇടതുമുന്നണി നേതാക്കളുടെ പ്രതീക്ഷ. മീഡിയ 1 തിരുവനന്തപുരം. സൈഫ് സൈൻ ആബിദീനാണ് ചേരുന്നത്. സൈഫ്, ഗുഡ് മോർണിംഗ്. LDF 3-ാം തവണയും അധികാരത്തിൽ വരാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം എല്ലാ മുന്നണികൾക്കും കീറാമുട്ടിയവുമാണ്. മുഖ്യമന്ത്രി നയിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഏതായാലും ഇനി എന്താണ് അവർ ചെയ്യാൻ ഈ ഘടകകക്ഷികൾക്കുള്ള സീറ്റുകളുടെ കാര്യത്തിലുള്ള തീരുമാനമായോ 2 ടേം വ്യവസ്ഥയുടെ കാര്യത്തിൽ എന്ത് തീരുമാനത്തിലാണ് എത്തിയത്? ഇത്തരം കാര്യങ്ങളൊക്കെയല്ലേ ഇന്ന് അല്ലെങ്കിൽ വരും ദിവസങ്ങളിലൊക്കെ ചർച്ചയാവുക. നൗഫൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം വേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദ്യം വേണ്ടത് ഒരു ഉഭയകക്ഷി ചർച്ചയാണ്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ഒരു ഉഭയകക്ഷി ചർച്ച സംസ്ഥാന കേന്ദ്രീകൃതമായി നടക്കും. അത് AKG സെന്ററിൽ വെച്ചാണ് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. ഓരോ മുന്നണികളിൽ ഓരോ പാർട്ടികളും എത്ര സീറ്റിൽ വെച്ച് മത്സരിക്കണം, ഇപ്പോൾ CPI എത്ര സീറ്റിൽ മത്സരിക്കണം, കേരള കോൺഗ്രസ് എത്ര സീറ്റിൽ മത്സരിക്കണം, JDS എത്ര സീറ്റിൽ മത്സരിക്കണം, അങ്ങനെ ഓരോ പാർട്ടികൾ എത്ര സീറ്റിൽ മത്സരിക്കണം എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ്. ആ ചർച്ചയിലാണ് കൂടുതൽ സീറ്റ് വേണമോ വേണ്ടയോ എന്ന കാര്യത്തിലൊക്കെ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. ഇതുവരെ ഇടതുമുന്നണിയുടെ ഘടകകക്ഷികളുടെ ഭാഗത്ത് നിന്ന് ഈ സീറ്റ് വേണം, ആ സീറ്റ് വേണം, അധികം സീറ്റ് വേണം തുടങ്ങിയ കാര്യങ്ങൾ ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയും ഇല്ല. വരും ദിവസങ്ങളിൽ അത് നമുക്ക് കേൾക്കാൻ കഴിയുകയും ചെയ്യും. ഈ മാസം പകുതിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു പ്രാഥമിക ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് ഇടതുമുന്നണി നേതൃത്വം കരുതുന്നത്. ഒരു പ്രാഥമിക ഘട്ടം എന്ന് പറയുമ്പോൾ ഇപ്പോൾ CPMന്റെ ജില്ലാ കമ്മിറ്റികൾ നാളെ മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ ജില്ലാ കമ്മിറ്റികളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന നേതൃത്വത്തിന് നൽകും. സംസ്ഥാന നേതൃത്വം പിന്നീട് ഇത് വിശദമായി ചർച്ച ചെയ്തിട്ടാണ് സ്ഥാനാർത്ഥി നിർണയ പട്ടികയിലേക്ക് കടക്കുന്നത്. സാധാരണഗതിയിൽ CPM ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റികളോട് പേര് നിർദ്ദേശിക്കാൻ വേണ്ടി പറയും. അവരൊരു 3 പേര് നൽകും. അതിൽ സംസ്ഥാന നേതൃത്വം ഒരു പേര് തിരഞ്ഞെടുക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തതിനു ശേഷം വീണ്ടും കീഴ്ഘടകത്തിലേക്ക് നൽകി അവിടെ മണ്ഡലം കമ്മിറ്റി ചേർന്നുകൊണ്ട് അത് അംഗീകരിക്കുക എന്നുള്ളതാണ് CPMന്റെ ഒരു സംഘടനാ രീതി. ഇത്തവണ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. സംസ്ഥാന നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ മാറ്റുന്ന ഒരു പതിവ് വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതൊന്നും VS അച്യുതാനന്ദന്റെ കാലത്ത് ആണ്. അത് VSന് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലാണ് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റമുണ്ടാകുന്നത്. പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെറിയ തോതിൽ കോഴിക്കോട് മലബാർ ഭാഗങ്ങളിൽ ചില പ്രതിഷേധങ്ങളൊക്കെ കണ്ടിരുന്നു. പക്ഷെ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. കേന്ദ്രത്തിനെതിരായ സമരത്തോടു കൂടിയാണ് പ്രചരണ വിഷയം കൂടുതൽ കടക്കുന്നത്. എല്ലാ ഇടതുമുന്നണി ഘടകകക്ഷികളും ആ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നീടുള്ളത് പിണറായി വിജയൻ തന്നെ തെരഞ്ഞെടുപ്പിനെ നയിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റാരും നയിക്കാൻ ഇല്ല എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ തന്നെ നയിക്കണമെന്ന പൊതു അഭിപ്രായം ഇടതുമുന്നണിയിലെ എല്ലാ ഘടക കക്ഷികൾക്കുമുണ്ട്. 2 ടേം വ്യവസ്ഥ നൗഫൽ സൂചിപ്പിച്ച പോലെ തന്നെ 2 ടേം വ്യവസ്ഥ കർശനമായി നടപ്പാക്കുമോ എന്ന് ചോദിച്ചാൽ ഇത്തവണ CPM നേതൃത്വം കുറച്ച് അയഞ്ഞിട്ടുണ്ട്. 2 ടേം വ്യവസ്ഥ അത് അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുതുമകൾ വരേണ്ടി വരും. ചില സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം 3ാമതും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിൽ തോൽവിയുണ്ടായി കഴിഞ്ഞാൽ അത് മുന്നണിയെ ആകെ ബാധിക്കും. പിണറായി വിജയനെ പ്രത്യേകിച്ച് ബാധിക്കും. അതുകൊണ്ട് 2 ടേം വ്യവസ്ഥയിൽ ഒരു ഇളവ് വരുത്തുന്നുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാർക്ക് ഒരുപക്ഷെ അവർക്ക് മാറ്റമുണ്ടായേക്കാം. പക്ഷെ കൂടുതലും ഭൂരിപക്ഷം ഒരു 80% ആൾക്കാരും പഴയ ആൾക്കാർ സിറ്റിംഗ് MLA മാർ തന്നെ മത്സരിക്കാൻ തന്നെയാണ് സാധ്യത.
മറ്റന്നാൾ ഇടതുമുന്നണി യോഗം ചേരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ, മറ്റ് സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കാനാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. അന്ന് സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. 11-12 തീയതികൾ CPIയുടെ സംസ്ഥാന നേതൃയോഗം ചേരുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. 16, 17, 18 തീയതികളിൽ CPMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം, വർഷത്തിൽ ഒരു തവണ കേരളത്തിൽ വെച്ച് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കാറുണ്ട്. ഇത്തവണ കേരളത്തിൽ നടക്കുന്നത് 16, 17, 18 തീയതികളിലാണ്. എന്തായാലും കൊടുമ്പിരി കൊണ്ടൊരു പ്രചരണ കാലത്തേക്കാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ UDF, ഇപ്പോൾ ജിൽസി സൂചിപ്പിച്ച പോലെ തന്നെ UDF അവരുടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. ഇടതുമുന്നണി ഒട്ടും പിന്നിലല്ല എന്ന് തെളിയിച്ചുകൊണ്ട് അവരും ഈ മാസം പകുതിയോടുകൂടി അതിൻ്റെ ഒരു പ്രാഥമിക ചർച്ചകളിലേക്ക് അതിന് തുടങ്ങി വെക്കുകയും ഒരു 2-3 ആഴ്ചക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജിൽസി.